നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത്യപൂർവമായ പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. തൃക്കാക്കരയിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം 25,000-ആയി വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം 37,000-ആയി വർദ്ധിപ്പിച്ചു. പാലക്കാട് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം 18,000-ആയി വർദ്ധിപ്പിച്ചു. ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000-ആയി കുറച്ചു. നിലമ്പൂരിൽ 3,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 11,000-ത്തിലധികം വോട്ടിന് ജയിച്ചു. അതിനു മുൻപ് പാർലമെന്റ് ഇലക്ഷനിൽ 2019-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDFന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഉജ്ജ്വലമായ വിജയം ആവർത്തിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ പെർഫോമൻസാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായത്. ടീം UDF ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല, എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF മുന്നോട്ട് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിലുള്ള ഏറ്റവും വലിയ സന്തോഷം സർക്കാർ ചെലവിൽ, സാധാരണക്കാരന്റെ ചെലവിൽ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, കേരളം ഇന്നുവരെ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് നടന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുമ്പോൾ ജനങ്ങളുടെ പണം വീണ്ടും കടം വരുത്തി വെച്ചുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നടത്തിയ ഒരു കാലവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെല്ലാം അന്ത്യം കുറിക്കുകയാണ്. അതെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ പ്രതീക്ഷയും UDFനെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷയുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.